ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റന്നാളാണ് വിവാഹ നിശ്ചയം. അറിയാലോ? അറിയാം. ഇത്രയും നാളും ചന്ദ്രലേഖയെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ശരിക്കും ഭംഗിയായിട്ട് തന്നെ ചന്ദ്രലേഖ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിലൊക്കെ ഏറ്റവും വലുത്. അർജുന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതിലുപരി എന്റെ ഏറ്റവും വലിയ സ്വപ്നവുമാണത്. ഇത്തവണ ചന്ദ്രലേഖ ഒറ്റയ്ക്കല്ല, ഇവനും ഉണ്ടാവും. ഈ വീട്ടിലെ മുഴുവൻ അലങ്കാരങ്ങൾ, വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ, ഭക്ഷണം, അങ്ങനെ വേണ്ടതൊക്കെ നിങ്ങൾ രണ്ടുപേരും മുൻകൈയെടുത്ത് ചെയ്യണം. ആഡംബരം എത്ര വേണമെങ്കിലും ആവാം. അതിന് എത്ര ആളെ വേണോ നിങ്ങൾക്ക് സഹായത്തിനും വെക്കാം. അതായത് ഇതിനൊക്കെ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ തിരിച്ച് എന്നോട് എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത വിധത്തിൽ വേണം എല്ലാം ചെയ്യാൻ. നല്ല ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കാതെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം തകർക്കരുത്. മനസ്സിലായല്ലോ? ആ, ചന്ദ്രലേഖ വന്നേ. വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. വാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മറ്റന്നാ വിവാഹ നിശ്ചയത്തിന് അർജുൻ സാറിന്റെ അനിയനില്ലേ, ആ വഷളൻ ഗുണ്ട, അയാള് വരുവോ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഉറപ്പായിട്ടും വരും. പുള്ളിക്കാരൻ ചിലപ്പോ തന്നെ പിടിച്ച് വിരട്ടും. എന്തിന്? തന്നെ കണ്ടിട്ടില്ല ഇതുവരെ. എവിടുന്ന് വന്നു, എന്തിനു വന്നു, ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോ എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ, എന്റെ കാര്യം പോക്കാം. താൻ പേടിക്കണ്ട, ഭഗവാനുണ്ടല്ലോ. അർജുൻ സാറിന്റെ അനിയൻ വന്നാ എന്റെ കാര്യം മുഴുവൻ മനസ്സിലാക്കിയ ആ മണിമാല നഷ്ടപ്പെടും. ഞങ്ങള് പിടിക്കപ്പെടും. പാടില്ല, അയാൾ ഞങ്ങളെ കാണരുത്. ഹലോ സർ. താനത് എവിടെയാ? ഇന്ന് കോളൊന്നും കണ്ടില്ല. ഞാൻ ഫ്ലാറ്റിലുണ്ട് സർ. ചെറിയൊരു ജലദോഷം, അതുകൊണ്ട് എങ്ങും പോയില്ല. വയ്യേ? ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? അയ്യോ, അതൊന്നും സാരമില്ല സർ. ടാബ്ലറ്റ് കഴിച്ച് കിടക്കുക ഞാൻ. എങ്കിലേ താൻ റെസ്റ്റ് എടുക്ക, ഞാൻ പിന്നെ